ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഇന്നലെ നടന്ന അവസാന ചലഞ്ചിങ് ടാസ്കിലുണ്ടായ ജിൻഡോയും ഗബ്രിയും തമ്മിലുള്ള ഫൈറ്റ്, അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഈ വരുന്ന വീക്കെൻഡിൽ ലാലേട്ടൻ എന്തായാലും ചോദ്യം ചെയ്യും. അതിലേറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ജിൻഡോയെ തന്നെയാണ്, ഒരു ഡൗട്ടും വേണ്ട. കാരണം ഗബ്രി ചെയ്തതിന് ചോദിക്കുക പോലുമില്ല. ജിൻഡോയെ ഇപ്പോൾ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ടാസ്ക് അവർക്ക് കൊടുത്തത്. അതായത് ബിഗ് ബോസിന് കറക്റ്റായിട്ട് അറിയാം ഗബ്രിയും ജിൻഡോയുമാണ് നേർക്കുനേർ വരുന്നതെന്ന്. അപ്പോൾ ഒരാൾ എന്താണെന്നാലും ഈ ടാസ്കിലൂടെ ഫിസിക്കൽ അസോൾട്ട് കാണിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ടാസ്ക് കൊടുത്തതും. ഈ ടാസ്ക് കൊടുത്തിട്ട് ആദ്യം ഗബ്രിയാണ് തുടക്കമിട്ടത്. ഗബ്രി തുടക്കമിട്ട് ജിൻഡോയെ താടിയിലൊക്കെ പിടിച്ച് മാന്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് ബിഗ് ബോസ് മൈൻഡ് പോലും ചെയ്തിട്ടില്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണമെന്നും പറഞ്ഞ് വിട്ടു. അതിനുശേഷമാണ് ജിൻഡോ ശരണ്യയുടെ മുടിയിൽ പിടിച്ചെന്ന് പറഞ്ഞ് ഫൈറ്റ് നടന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വീഡിയോ ലൈവിലും കാണിച്ചില്ല, എപ്പിസോഡിലും കാണിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് അവിടെ നടന്നതെന്നൊരു ക്ലാരിറ്റി കുറവുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും ലാലേട്ടൻ വരുമ്പോൾ ജിൻഡോയെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. വീട്ടിലുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസുകളും ജിൻഡോയ്ക്കെതിരെ തന്നെ പറയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാവരും കൂടി ചേർന്ന് ജിൻഡോയെ ഒറ്റപ്പെടുത്തി അതേപോലെ ഫിസിക്കൽ അസൾട്ട് എന്നും പറഞ്ഞ് ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ തന്നെയാണ് ബിഗ് ബോസും അതേപോലെ അതിനകത്തുള്ളവരും നിൽക്കുന്നത്. ജാസ്മിനും ഗബ്രിയും എന്ത് ചെയ്താലും കണ്ണടയ്ക്കുകയും ജിൻഡോ എന്ത് ചെയ്താലും അതിന് ക്രൂശിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സീസണായി ഇത് മാറുകയാണ്. സിബിനെയും കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരു ചെറിയ പ്രവൃത്തിയുടെ പേരിൽ ലാലേട്ടൻ ഒരുപാട് വഴക്ക് പറയുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മാനസികമായി തകർന്നാണ് സിബിൻ ഔട്ടായത്. അതേപോലെ തന്നെയാണ് ജിൻഡോയ്ക്കും സംഭവിക്കാൻ പോകുന്നത്. ബിഗ് ബോസിൻ്റെ ഈ കള്ളത്തരം ബിഗ് ബോസ് പ്രേക്ഷകരെല്ലാവരും തിരിച്ചറിഞ്ഞ് ശക്തമായി പ്രതികരിക്കൂ.